Welcome back to SR Formula of Education. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള എക്കണോമിക് സോഴ്സസ് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ടാബിൾ 1 എന്നെഴുതി ചില ഓക്യുപ്പേഷൻസ് അവിടെ പട്ടികപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ. ഈ സമ്പൂർണ്ണ എന്ന പദ്ധതിയെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സമ്പൂർണ്ണ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കളക്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ ചില ജോലികളാണ് നമ്മുടെ ഈ ടേബിൾ 1-ൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ജോലികൾ? ഫാമിംഗ്, കൃഷി, എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽ ജോലി, ടീച്ചിങ് അധ്യാപനം, എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് ഫാക്ടറി തൊഴിൽ, ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി, മെഡിക്കൽ ഫീൽഡ് ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ. In your textbook, you can see in other 4 pictures also. Please find out the names of each occupations according to each picture. The first picture related to the factory activities or the industrial activities. Then second picture that is related to medical field. Then third one related to teaching and fourth one related to agriculture or farming. ഇതിലെ ആദ്യത്തെ പിക്ചർ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് അല്ലേ. രണ്ടാമത്തെ പിക്ചർ ഡോക്ടറുടെ ജോലിയാണ്, അതായത് മെഡിക്കൽ ഫീൽഡാണ്. തേർഡ് ടീച്ചിങ് ആണ്, അധ്യാപനമാണ്. നാലാമതായി കാണുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ്. ഓക്കെ, യു മേ ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് ഒക്യുപ്പേഷൻസ്. ഇത്തരം തൊഴിലുകൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ദിസ് ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് ഇവയെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം. There may be many such economic activities around you. Identify these and add to table 1. നിങ്ങളുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അത്തരം എക്കണോമിക് ആക്ടിവിറ്റീസിനെ ടേബിൾ 1-ന്റെ കൂടെ നിങ്ങളൊന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഏതെല്ലാം ജോലികൾ ഉൾപ്പെടുത്താം? ടീച്ചിങ്, ബിസിനസ്, ഫിഷിംഗ്, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ ജോബ്സ്, IT റിലേറ്റഡ് വർക്ക്സ്. ഈ ടാബിളിൽ നിങ്ങൾക്ക് ഇനിയും തൊഴിലുകളെ ആഡ് ചെയ്യാവുന്നതാണ്. Among these, some are related to agricultural sector. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചിലത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. Analyzing the table, can you identify other sectors to which these activities are related? നമ്മളിപ്പോൾ വിപുലപ്പെടുത്തിയ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മറ്റേതൊക്കെ മേഖലയിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താനാകും? ഇൻഡസ്ട്രി ആൻഡ് സർവീസസ്, വ്യവസായവും സേവനങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. Here is an important question for you. What is meant by economic activities? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Any activity which generates income is called economic activity. വരുമാനം ജനറേറ്റ് ചെയ്യുന്ന, വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, ടീച്ചിങ്, ബാങ്കിങ് എക്സെട്ര. നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. The sector involving activities making direct use of natural resources is called primary sector. As activities related to agriculture form a major part of it, this sector is also called agricultural sector. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രൈമറി സെക്ടർ എന്ന ഈ മേഖലയിൽ ഉൾക്കൊള്ളുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. There are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector.
പ്രൈമറി സെക്ടറിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ, അതായത് ദ്വിതീയ മേഖല. As it gives more importance to industrial activities, it is also called industrial sector. വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയെ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും, അതായത് കളക്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സെക്ടറാണ് ടെർഷ്യറി സെക്ടർ, അതായത് തൃതീയ മേഖല. In addition to this, service sector includes education, transport, banking, IT, etc. സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. Tertiary sector includes all services. എല്ലാ സേവന പ്രവർത്തനങ്ങളും ടെർഷ്യറി സെക്ടറിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ് സെക്ടർ. അതുകൊണ്ട് തന്നെ ടെർഷ്യറി സെക്ടർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ, സേവന മേഖല. There are such important questions for you. First question, what is primary sector? എന്താണ് പ്രാഥമിക മേഖല? Answer, the sector involving activities making direct use of natural resources is called primary sector. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, കൃഷി. Next question, why is primary sector also called as agricultural sector? എന്തുകൊണ്ടാണ് പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത്? Answer, the primary sector is also called as agricultural sector because a major part of this sector is related to agriculture. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, കാരണം ഈ മേഖലയുടെ മേജർ പാർട്ടും പ്രധാന ഭാഗവും ഉൾക്കൊള്ളുന്നത് കൃഷിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്കൻഡറി സെക്ടർ? എന്താണ് ദ്വിതീയ മേഖല? The sector involving activities that manufacture goods making use of the products of primary sector as the raw materials. പ്രൈമറി സെക്ടറിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സെക്ടറാണ് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല. Next question, why secondary sector is also called as industrial sector? എന്തുകൊണ്ടാണ് സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നത്? Answer, secondary sector give more importance to industrial activities in which raw materials are changed into other forms through manufacturing at factories. സെക്കൻഡറി സെക്ടർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വ്യാവസായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു റോ മെറ്റീരിയലിനെ മറ്റു പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് ഫാക്ടറികളിൽ വെച്ചിട്ടാണ്. ഇത്തരം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസാണ് സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ടെർഷ്യറി സെക്ടർ? തൃതീയ മേഖല എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെർഷ്യറി സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടറുകളിലെ ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന മേഖലയാണ് ടെർഷ്യറി സെക്ടർ. വൈ ഈസ് ടെർഷ്യറി സെക്ടർ ഓൾസോ കോൾഡ് ആസ് സർവീസ് സെക്ടർ? എന്തുകൊണ്ടാണ് ടെർഷ്യറി സെക്ടർ സർവീസ് സെക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നത്? Tertiary sector is also called as service sector because it provides various services to primary and secondary sectors. തൃതീയ മേഖല പൊതുവെ അറിയപ്പെടുന്നത് സേവന മേഖല എന്ന പേരിലാണ്. കാരണം പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനുമൊക്കെ വ്യത്യസ്ത സേവനങ്ങൾ നൽകുന്നത് ടെർഷ്യറി സെക്ടറാണ്. ഓക്കെ,
In your textbook, there is a question for you. Is there any economic activity that does not fall under the primary, secondary or tertiary sectors? Discuss. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ടോ? ഡിസ്കസ് ചെയ്യൂ. Economic growth takes place when primary, secondary and tertiary sectors function as a whole. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി മേഖലകൾ പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, റോ കോട്ടൺ, എ പ്രോഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ, ഈസ് എ റോ മെറ്റീരിയൽ ടു ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പ്രൈമറി സെക്ടറിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള പരുത്തി സെക്കൻഡറി സെക്ടറിലെ വ്യവസായ മേഖലയിൽ, പരുത്തി വ്യവസായ മേഖലയ്ക്കൊരു റോ മെറ്റീരിയലാണ്, അസംസ്കൃത വസ്തുവാണ്. The services of transport and communication are essential for supplying these products to the customers. All these are services of tertiary sector. സെക്കൻഡറി സെക്ടറിലെ പ്രോഡക്റ്റ്, ഉൽപ്പന്നമായിട്ടുള്ള ക്ലോത്ത് അതിൻ്റെ ആവശ്യക്കാർക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ചെയ്യുന്നത് ഒരു ടെർഷ്യറി സെക്ടർ സർവീസാണ്. In your textbook, there is a picture that depicting the interrelation among these sectors. So, through this picture, we can understand the interrelationship between these three sectors. ഈ ഒരു പിക്ചറിൽ പ്രൈമറി സെക്ടറിൽ കോട്ടൺ കൾട്ടിവേഷൻ ആണ് കാണിക്കുന്നത്, അല്ലേ? കോട്ടൻ്റെ, പരുത്തിയുടെ കൃഷിയാണ് നമുക്ക് പ്രൈമറി സെക്ടറിൽ കാണുന്നത്. ഈ പ്രൈമറി സെക്ടറിലെ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്ന റോ കോട്ടൺ ആണ് പ്രൈമറി സെക്ടറിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം. ഈ ഉൽപ്പന്നം സെക്കൻഡറി സെക്ടറിലെ വ്യവസായശാലകളിലോട്ട് എത്തിക്കുന്നു. പരുത്തി വ്യവസായശാലകളിലോട്ട് പ്രൈമറി സെക്ടറിൻ്റെ പ്രോഡക്റ്റ് എത്തിക്കുന്നു. ആ റോ കോട്ടൺ ഉപയോഗിച്ചിട്ട് ഫാക്ടറികളിൽ നിന്നും ഡിഫറെൻ്റ് തരത്തിലുള്ള ക്ലോത്തുകൾ നിർമ്മിക്കുന്നു. ഈ നിർമ്മിച്ച ക്ലോത്തുകളെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ടെക്സ്റ്റൈൽസുകളിലും ഷോപ്പുകളിലുമായിട്ട് എത്തുന്നു. നൗ വി ക്യാൻ ഡിസ്കസ് അനദർ എക്സാമ്പിൾ ദാറ്റ്സ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ. പഞ്ചസാരയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. പ്രൈമറി സെക്ടറിൽ ഷുഗർ കെയിൻ, കരിമ്പിൻ്റെ കൃഷി നിങ്ങൾക്ക് കാണാം. കരിമ്പിൻ കൃഷിയുടെ ഫലമായിട്ട് പ്രൈമറി സെക്ടറിലെ ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് നല്ല കരിമ്പ് കിട്ടും, അല്ലേ? ആ കരിമ്പിനെ ഷുഗർ കെയിൻ ഫാക്ടറിയിലോട്ട് എത്തിക്കും. അങ്ങനെ സെക്കൻഡറി സെക്ടറിൽ ഷുഗർ കെയിൻ ഫാക്ടറിയിൽ എത്തിച്ച കരിമ്പിനെ നമ്മൾ ഷുഗറാക്കി മാറ്റിയെടുക്കും. സെക്കൻഡറി സെക്ടറിൽ പ്രൈമറി സെക്ടറുടെ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഷുഗർ ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ഷുഗറിന് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഷോപ്പുകളിലും മറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടി എത്തിക്കുന്നു. ഓക്കെ, ഇതിൽ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറിൻ്റെയും ടെർഷ്യറി സെക്ടറിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. Central Statistical Office CSO has classified the economic activities included in the primary, secondary and tertiary sectors. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വർഗീകരിച്ചിട്ടുണ്ട്. That we can see in the given following table. Primary sector, agriculture and allied activities. പ്രാഥമിക മേഖലയിൽ വരുന്ന ജോലികൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. സെക്കൻഡ്, ഫോറസ്ട്രി, വന പരിപാലനം. തേർഡ് വൺ, ഫിഷിംഗ്, മത്സ്യബന്ധനം. മൈനിങ്, ഖനനം. ദ്വിതീയ മേഖലയിൽ വരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രി, വ്യവസായം. സെക്കൻഡ് വൺ, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപാദനം. തേർഡ് വൺ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണം. ടെർഷ്യറി സെക്ടറിലെ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫസ്റ്റ് വൺ, ട്രേഡ്, വ്യാപാരം. ട്രാൻസ്പോർട്ട്, ഗതാഗതം. ഹോട്ടൽ. ദെൻ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. പ്രൊക്യൂർമെൻറ്റ്, സംഭരണം. ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസസ്.
ഇവയെല്ലാം ടേർഷറി സെക്ടറിൽ വരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. Now we are going to discuss about Central Statistical Office CSO, an institution that works under the Ministry of Statistics and Program Implementation. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് CSO. ഇതിൻ്റെ പ്രധാന ഫങ്ഷൻസ് ആണ്, ചുമതലകളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ, കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ദ ഡാറ്റ. സ്ഥിതിവിവര കണക്കുകളെ വിശകലനം ചെയ്യുകയും അവയെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ, കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ അവയെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നു. തേർഡ് ഫംഗ്ഷൻ, എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിംഗ് ഡാറ്റ. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് CSO. മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്ററാണ് റാവു ഇന്ദ്രജിത് സിംഗ്. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ടാബിൾ 1 ഒന്ന് വിപുലീകരിച്ച് എഴുതാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കുറച്ച് എക്കണോമിക് ആക്ടിവിറ്റി കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സ് നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റും. ആ ടാബിൾ 1 ഉപയോഗിച്ചുകൊണ്ട്, വിപുലപ്പെടുത്തി എഴുതിയിട്ടുള്ള ടാബിൾ 1 ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റീസിനെ താഴെ കൊടുത്തിരിക്കുന്ന ആ പട്ടികയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതണം. ഏതൊക്കെയാണ് പ്രൈമറി സെക്ടർ, ഏതൊക്കെയാണ് സെക്കൻഡറി സെക്ടർ, ഏതൊക്കെയാണ് ടെർഷറി സെക്ടർ എന്ന് നമ്മൾ തരംതിരിച്ച് എഴുതി കൊടുക്കണം. ഓക്കെ. സോ ഫാമിംഗ് എന്നതൊരു പ്രൈമറി ആക്ടിവിറ്റിയാണ്. എംപ്ലോയിഡ് അറ്റ് എ ഹോട്ടൽ ടെർഷറി ആക്ടിവിറ്റിയാണ്. ടീച്ചിങ് ഒരു ടെർഷറി ആക്ടിവിറ്റിയാണ്. എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് സെക്കൻഡറി ആക്ടിവിറ്റിയാണ്. ഗവൺമെൻറ് സർവീസ് ഒരു ടെർഷറി ആക്ടിവിറ്റിയാണ്. മെഡിക്കൽ ഫീൽഡ് ടെർഷറി ആക്ടിവിറ്റിയാണ്. ദെൻ ബിസിനസ് അത് ഒരു ടെർഷറി ആക്ടിവിറ്റിയാണ്. ഫിഷിംഗ് ഒരു പ്രൈമറി ആക്ടിവിറ്റിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ജോബ് ഒരു ടെർഷറി ആക്ടിവിറ്റിയാണ്. IT റിലേറ്റഡ് ജോബ്സും ഒരു ടെർഷറി ആക്ടിവിറ്റിയാണ്. ഇതുപോലെ പട്ടിക പൂരിപ്പിക്കുക. നെക്സ്റ്റ് ടോപ്പിക്, സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മേഖലകളും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ലഭ്യതയും. Every occupation in our country falls under the primary, secondary and tertiary sector. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. In India, the availability of employment in primary, secondary and tertiary sectors varies. ഇന്ത്യയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. You can find an increased access to employment in some sectors while it is not so in the other sectors. നമുക്ക് ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടാബിൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 58 there you can see a table related to the percentage of the availability of employment in different sectors from 1993 to 2011. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള തൊഴിൽ ലഭ്യത വിശദമാക്കുന്ന ഒരു ടാബിൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഈ ഒരു ടാബിള് ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലെ തൊഴിൽ ലഭ്യതയുടെ ശതമാനമാണ് കാണിക്കുന്നത്. 1993 മുതൽ 2011 വരെയുള്ള വർഷങ്ങളിലെ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈമറി സെക്ടറിൽ 1993 64.9% ആയിരുന്നു എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി, തൊഴിൽ ലഭ്യത. 2005 56.5% പ്രൈമറി സെക്ടറിലെ തൊഴിൽ ലഭ്യത. 2011 53.2% പ്രൈമറി സെക്ടറിലെ തൊഴിലവസരം അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത ഉണ്ടായിരുന്നത്. സെക്കൻഡറി സെക്ടറിൽ 1993 14.2% തൊഴിൽ ലഭ്യത ഉണ്ടായിരുന്നു. 2005 18.7% തൊഴിൽ ലഭ്യത. 2011 സെക്കൻഡറി സെക്ടറിലെ തൊഴിൽ ലഭ്യത 21.5%. ടേർഷറി സെക്ടറിൽ 1993 20.9% തൊഴിൽ ലഭ്യത.
24.8% 2005 ടേർഷ്യറി സെക്ടറിലെ തൊഴിൽ ലഭ്യത. 25.3% 2011 ടേർഷ്യറി സെക്ടറിലെ തൊഴിൽ ലഭ്യത. ഈ ടാബിളുമായി റിലേറ്റ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ്ഡ് ട്രെൻഡ് ഇൻ ദി അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്? ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? എന്താണ് ആൻസർ? നമുക്ക് ആ ടേബിൾ അനലൈസ് ചെയ്യുമ്പം അറിയാൻ പറ്റും അല്ലേ? സെക്കൻഡറി സെക്ടറിലെയും ടേർഷ്യറി സെക്ടറിലെയും തൊഴിൽ ലഭ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ആൻസർ സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരിയഡ്? ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതലായി തന്നെ നിലനിൽക്കുന്നത്? ആൻസർ പ്രൈമറി സെക്ടർ. 1993 ആണെങ്കിലും 2005 ആണെങ്കിലും 2011 ആണെങ്കിലും ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുടെ ശതമാനം നിലനിൽക്കുന്നത് പ്രൈമറി സെക്ടറിൽ തന്നെയാണ്. സോ ആൻസർ പ്രൈമറി സെക്ടർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ 2 സെക്ടേഴ്സ് ഇൻ 2011? 2011 പ്രൈമറി സെക്ടറിലെ തൊഴിൽ ലഭ്യത മറ്റു 2 മേഖലകളിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇതിൽ 2011 കണക്ക് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അല്ലേ? അപ്പം സെക്കൻഡറി സെക്ടറും പ്രാഥമിക മേഖലയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പോൾ നമുക്ക് 31.7% എന്ന് കിട്ടും. ദെൻ ടേർഷ്യറി സെക്ടറും പ്രൈമറി സെക്ടറിൻ്റെയും പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പം നമുക്ക് 27.9% കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രൈമറി സെക്ടറിലെ തൊഴിൽ ലഭ്യത സെക്കൻഡറി സെക്ടറിൻ്റെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നതാണ്. ഫസ്റ്റ് എത്ര ശതമാനം കൂടുതലാണ്? 31.7% കൂടുതലാണ്. ദെൻ ടേർഷ്യറി സെക്ടറിൻ്റെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് പ്രൈമറി സെക്ടറിലെ തൊഴിൽ ലഭ്യത? അത് 27.9% ആണ്. ഓക്കെ, സോ ആൻസർ 31.7% and 27.9%. You have seen that primary sector has more employment opportunities than the other sectors. മറ്റു മേഖലകളേക്കാൾ കൂടുതൽ തൊഴിൽ ലഭ്യത ഉള്ളത് പ്രൈമറി സെക്ടറിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹിയർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നത്. ദ ഫുഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് അവർ കൺട്രി ഈസ് മേഡ് ബൈ പ്രൈമറി സെക്ടർ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൈമറി സെക്ടറിലൂടെയാണ്, പ്രൈമറി സെക്ടറിലെ പ്രവർത്തനങ്ങൾ വഴിയാണ്. അവർ നെക്സ്റ്റ് ടോപ്പിക്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം. India has been giving importance to development of primary sector since independence. നമുക്ക് ഫ്രീഡം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രൈമറി സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് ഭക്ഷ്യോൽപാദനത്തിൻ്റെ വളർച്ചയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോട്ട് എബൌട്ട് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. നല്ല ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. There has been noticeable increase not only in employment opportunities but in food grain production as well. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല നമ്മുടെ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുക കൂടി ചെയ്തു. In your textbook there is a graph that representing the trends in food grain production in India during the different periods. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായിട്ടുള്ള ട്രെൻഡിനെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഈ ഡയഗ്രാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഡയഗ്രാമിൽ വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഓരോ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് XY ആക്സിസ് കാണാൻ പറ്റും അല്ലേ? അതിൽ വേർട്ടിക്കൽ ലൈനിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്ത ഇയറിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള
ഫുഡ് പ്രൊഡക്ഷൻ്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്. അത് എത്ര അളവിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മില്യൺ ടൺസ് എന്ന അളവിലാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ മില്യൺ ടൺസ്. ഭക്ഷ്യോൽപാദനം ദശലക്ഷം ടണ്ണിലാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ 1970-71 എന്ന ഈ ഒരു വർഷത്തിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ അളവ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 108.4 മില്യൺ ടൺസ്. ദെൻ 1990-1991 എന്ന ആ ഒരു പീരീഡിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ അളവ് 176.4 മില്യൺ ടൺസ്, 176.4 ദശലക്ഷം ടണ്ണാണ്. 2000-2001 എന്ന കാലയളവിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ അളവ് 196.8 മില്യൺ ടൺസ് ആണ്. 2011-2012 എന്ന വർഷത്തിൽ 257.4 മില്യൺ ടൺസ് ആണ് ഇന്ത്യയുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി. വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? ഭക്ഷ്യോൽപാദന രംഗത്തെ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്? The diagram states that there is a steady progress in food grain production in India. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് ഈ ഡയഗ്രാമിലൂടെ നമുക്ക് വ്യക്തമാക്കും അല്ലേ, നമുക്ക് വ്യക്തമാകുന്നുണ്ട് അത്. ബട്ട് poverty still persists in various parts of India even after the increase in food production. ഭക്ഷ്യോൽപാദനം എത്ര വർദ്ധിച്ചിട്ടും ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. വാട്ട് മേ ബി ദ റീസൺസ്? എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ? അതിനു മുമ്പ് നമുക്ക് എന്താണ് പോവേർട്ടി, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പോവേർട്ടി, ദാരിദ്ര്യം. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം, ദ പീപ്പിൾ ഇൻ അർബൻ ഏരിയാസ് whose intake of nutritious food is less than 2100 calories and those in rural areas whose intake of nutritious food is less than 2400 calories experience poverty. നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷക ആഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. The Economic Survey 2011-12 states that the percentage of poverty in India is 29.8%, Bihar with the highest of 53.5%, Himachal Pradesh with the lowest of 9.5%, Kerala has a poverty rate of 12%. 2011-12 എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യ റേറ്റ് അല്ലെങ്കിൽ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 29.8%. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി നിലനിൽക്കുന്ന സ്റ്റേറ്റ് ബീഹാറാണ്. ബീഹാറിലെ പോവർട്ടി റേറ്റ് ആണ് 53.5%. 53.5% ആണ് ബീഹാറിലെ ദാരിദ്ര്യത്തിൻ്റെ അളവ്. ഏറ്റവും കുറവ് പോവർട്ടി റേറ്റ് ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ പോവർട്ടി റേറ്റ് ആണ് 9.5%. ദെൻ പോവർട്ടി റേറ്റ് ഓഫ് കേരള ദാറ്റ് ഈസ് 12%. കേരളത്തിലെ പോവർട്ടിയുടെ റേറ്റ് 12%. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ വർദ്ധിച്ചു വന്നിട്ടും ഇന്ത്യയുടെ പല ഭാഗത്തും പോവർട്ടി നിലനിൽക്കുന്നുണ്ട്, ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. ദാരിദ്ര്യം എന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള ചില അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും ലഭ്യമാവാത്ത ഒരു വ്യക്തിയെ നമുക്ക് പോവർട്ടി അനുഭവിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോവർട്ടി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് റീസൺ ആണ് ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിലെ അപാകത. നമ്മുടെ ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. എന്നാലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡ് ഗ്രെയിൻസ്
വേണ്ട വിധത്തിൽ വേണ്ടവർക്ക് നമ്മൾ വിതരണം ചെയ്തിട്ടില്ല എന്നതാണ് ദാരിദ്ര്യം നിലനിൽക്കാനുള്ള ഒരു റീസൺ. മറ്റൊന്നാണ് ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്. സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്, അതായത് ഫൈനാൻഷ്യലിയുള്ള അവരുടെ ശേഷിക്കുറവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജോലിയുണ്ടെങ്കിലും നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് ഒരു കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ശേഷിക്കുറവാണ്, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവാണ് കാണിക്കുന്നത്. മറ്റൊരു റീസണാണ് ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഇതിൽ 2 പോയിന്റ്സ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലായ്മ. മറ്റൊന്നാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ വർധനവ്. ജനസംഖ്യാ വർധനവും അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടി നിലനിൽക്കുന്നതിനുള്ള മറ്റു പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. Now we are going to learn about food security, ഭക്ഷ്യ സുരക്ഷ. Food security is attained when there is adequate availability of food to the needy. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. Food security exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള ബൗദ്ധികവും സാമ്പത്തികവുമായിട്ടുള്ള, അതായത് ശാരീരികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പം അവിടെ എല്ലാ ജനങ്ങൾക്കും ഫുഡ് ലഭ്യമാകണം, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ടുള്ള ലൈഫ് കൊണ്ടുപോകുന്നതിന് എല്ലാ സമയത്തും ഫുഡ് ലഭ്യമാകണം. അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. ന്യൂട്രീഷ്യസ് ഫുഡ് ലഭ്യമാക്കുന്നതിനുള്ള ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആക്സസ് ഉണ്ടോ എന്നും, ഫിസിക്കലി ആൻഡ് എക്കണോമിക്കലി അവർക്ക് പ്രാപ്തി ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay, so by analyzing the definition of food security, what conclusion do you arrive at? ഈ ഒരു ഡെഫിനീഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷയെ പറ്റി എന്തെല്ലാം കണ്ടെത്താം? In your textbook there are 2 important points. First one, all people should get food. എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. Second point, food should be made available at all times. എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം. Then other 2 points, first one, food must be nutritious. ഭക്ഷണം പോഷകാഹാരമായിരിക്കണം ലഭിക്കേണ്ടത് കേട്ടോ. Then fourth point ആണ് all people should ensure their physical and economic strength for getting food. ഭക്ഷണം ലഭ്യമാകുന്നതിന് എല്ലാ ജനങ്ങളും അവരുടെ ഫിസിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രെങ്ത് ഉണ്ടോ എന്നും ഉറപ്പുവരുത്തണം. അതിൻ്റെ കൂടെ തന്നെ അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ്. മതിയായ അളവിലുള്ള ഫുഡ് ലഭിക്കണം. ഈ പോയിന്റും ആഡ് ചെയ്യാം. In your textbook, page number 59, there is a small box with a title Self-Sufficiency in Food, Bhakshya Swayam Paryaptada. If a country is able to produce sufficient food to meet with the requirements of its people, it can be considered as self-sufficient in food. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാം. മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാതെ സ്വന്തം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാൻ ആ കൺട്രിക്ക് കഴിയുന്നുവെങ്കിൽ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ടോപ്പിക്, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. Governments are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും
പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയും സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കാണാൻ പറ്റും. 2 കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഗവൺമെൻറ് പ്രോജക്റ്റ് എന്നും സെക്കൻഡ് കോളത്തിൽ ഗവൺമെൻറ് പ്രോഗ്രാംസ് എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇത്തരം പ്രോഗ്രാംസിൻ്റെ ഭാഗമാണ് അല്ലേ? ഗവൺമെൻറ് പ്രോജക്ട്സ്, സർക്കാർ പദ്ധതികൾ: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ഗവൺമെൻറ് പ്രോഗ്രാംസ്, സർക്കാർ പരിപാടികൾ: ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത്തരം ഗവൺമെൻറ് പ്രോജക്റ്റുകളെ കുറിച്ചും പ്രോഗ്രാംസിനെ കുറിച്ചും സെക്കൻഡ് പാർട്ടിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Please subscribe my channel. Press bell icon for new notifications. Thank you for watching my video.